വലിക്കാൻ വേണ്ടിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർ വേണ്ടി വലിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാ. ഞാൻ ഇന്നിട്ടേ ഹെൽത്തി ഫുഡിൽ ഫോക്കസ് ചെയ്യുമ്പോ അറിഞ്ഞില്ലേ, ഇന്ത്യയിലെ 70ഓളം യുവാക്കളാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് വെച്ചിരുന്നത്. അത് ശരിയല്ലേ, എത്ര പേരാ? അതിന്റെ മെയിൻ റീസൺ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ തന്നെയാ. അതിന്റെ ഒരു മെയിൻ ഫാക്ടറി ഫുഡ് തന്നെയാ. അപ്പൊ ഞാൻ തന്നെ നോക്കിയാ എന്നും പുറത്തുനിന്നാ. ഇവിടെ ടൈം ഫുഡ് കഴിക്കുന്ന ടൈം ആണെങ്കിൽ ഒന്നും പ്രോപ്പർ അല്ല. പിന്നെ അതിന്റെ ഒപ്പം ഫാസ്റ്റ് ഫുഡും കൂടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, KFC, ബർഗർ, പിസ്സ, മധുഫുൾ മന്തി, ഒന്നും പറയണ്ട. ഫുഡ് മാത്രം. അപ്പൊ സ്മോക്കിങ്ങോ? ചോദിച്ചാ പറയും സ്ട്രെസ് റിലീഫിന് വേണ്ടി വലിക്കണേന്ന്. എനിക്ക് എന്താ അറിയണ ഒരുപാട് പേരുണ്ട്. ഇവരുടെയൊക്കെ വിചാരി വലിക്കണ പുകയുടെ കൂടെ സ്ട്രെസ്സും കൂടെ പോകുന്ന. എന്നാ മറ്റു ചിലർക്കാണെങ്കിലും ഇതൊരു ഡെയിലി റൊട്ടീനാ, ഇല്ലാണ്ട് പറ്റില്ല. അതെ അതെ, ചിലവരാണെങ്കിൽ രാവിലെ എണീറ്റാ വലിക്കണം, ഫുഡിന് മുന്നേ ഫുഡിന് ശേഷം. പിന്നെ വലിക്കാൻ വേണ്ടിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർ വേണ്ടി വലിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാ. പിന്നെ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇരുന്നിട്ടുള്ള ജോലിയാണ് നമ്മുടെ പോലെ ഫുൾ ടൈം സിസ്റ്റത്തിന് മുന്നിൽ. അതുപോലെ തന്നെ വർക്ക് ലോഡും ഓവർ തിങ്കിങ്ങും പ്രഷറും. പിന്നെ നമ്മളൊക്കെ നാട് വിട്ടോടെ ഒറ്റയ്ക്ക് നിൽക്കണവരല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് വേറെ. ഇത് കൊണ്ടാണ് ഞാനിപ്പോ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്നത്. പിന്നെ നാളത്തെ ജിമ്മിന് ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതായത് വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പൊ അതിനൊന്നും സമയമില്ലാത്തവരാണെങ്കിൽ ഫ്ലാറ്റിന് ചുറ്റും 2 റൗണ്ട് നടക്കെങ്കിലും ചെയ്യാം. ഇത് നിർത്താം.